ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈശോ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് അപ്പസ്തോലന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം മനുഷ്യനോട് പ്രാർത്ഥന യാചിക്കുന്നതാണോ അത്? ഈശോയുടെ തീവ്രമായ ദുഃഖത്തിൽ ശക്തി പകരുവാൻ വേണ്ടി സ്ലീഹന്മാരോട് ഈശോ സഹായം ചോദിക്കുന്നതാണോ അത്? ബൈബിൾ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ മരണത്തോളം തീവ്ര ദുഃഖത്തിൽ അകപ്പെട്ട സമയത്ത് സബദി പുത്രന്മാരായ യാക്കോബ്, യോഹന്നാനും പത്രോസിനെയും ഈശോ കൂടെ കൊണ്ടുപോയിരുന്നു. ഈശോ 3 പ്രാവശ്യം ഈ സ്ത്രീഹന്മാരുടെ അടുത്ത് വരുന്നുണ്ട്. 2 പ്രാവശ്യം ഈശോ പറയുക, എന്നോടൊപ്പം ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ അപ്പോസ്തലന്മാർ എൻ്റെ സങ്കടങ്ങൾ പങ്കിടണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും മാതാപിതാക്കളുടെ ചില വേദനകൾ മക്കൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് തിരിച്ചറിയണം മക്കൾ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ കഷ്ടപ്പാട് അറിയുന്നില്ലെങ്കിൽ അപ്പൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവർ പലപ്പോഴും വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കില്ല. അത് ഉപയോഗശൂന്യമാക്കും, അത് നഷ്ടപ്പെടുത്തും. അപ്പോൾ അപ്പോസ്തലന്മാർ ഈശോയുടെ സങ്കടങ്ങൾ പങ്കിടണം. രണ്ടാമത്, അവൻ്റെ ദൗത്യത്തിൽ അവർ പങ്കാളികളാകണം. ഈശോ എന്താണോ ഈ ഭൂമിയിലേക്ക് വന്ന് ചെയ്യുന്നത്, ആ ദൗത്യത്തിൽ അവർ പങ്കാളികളാകണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈശോയുടെ സ്വപ്നങ്ങൾ അവർ പങ്കുചേരണം, ഈശോയുടെ വ്യഗ്രതകൾ അവർ ഏറ്റെടുക്കണം, ഈശോയുടെ ആകുലതകൾ അവർ പങ്കുചേരണം. അപ്പോൾ ഈശോ ഏതൊക്കെ ആകുലതകളിലൂടെ കടന്നു പോകുന്നോ അത് ശിഷ്യന്മാർ അറിഞ്ഞിരിക്കണം. ആ ആകുലതകളിൽ അവർ പങ്കുചേരണം. ഈശോയുടെ സ്വപ്നങ്ങൾ അവർ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഈശോയുടെ വ്യഗ്രതകൾ അവർ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ഈശോ അവരെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ക്ഷണിക്കുകയായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. പലപ്പോഴും നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് ഈശോയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോടൊപ്പം ഉണർന്നിരുന്ന് സ്ലീഹന്മാരോട് ആ പറഞ്ഞ വാക്കുകൾ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും നേരെ ഈശോ ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈശോയെ, ഞങ്ങൾക്ക് അങ്ങയോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ സ്വപ്നങ്ങൾ തിരിച്ചറിയുവാൻ, അങ്ങയുടെ ആകുലതകൾ മനസ്സിലാക്കുവാൻ കർത്താവേ കൃപ ചൊരിയണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റിൽ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റിൽ നീ വീശണമേ വീണ്ടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.